അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ട്രിപ്പ് പോകാം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടാണല്ലേ കൊച്ചിക്കാട്ടോ പോകുന്നത്. ഓൾറെഡി നിങ്ങൾ തമിഴിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഇങ്ങോട്ടാണ് പോയെന്നും എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ കൊച്ചി പോവാണ്. അപ്പോൾ കൊച്ചി പോകുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് ഒന്ന് സെറ്റപ്പാക്കി പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ മേക്കപ്പ് പറയാൻ മാത്രമുള്ള മേക്കപ്പൊന്നുമില്ല, ഐ മീൻ ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്, ഒരു ഐലൈനർ, അങ്ങനത്തെ കുറച്ച് ബ്രഷ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രം കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റപ്പ് ചെയ്തെടുത്തിട്ട് ഞാൻ പിന്നെ ബാഗിലൊക്കെ കുറേ സാധനങ്ങളൊക്കെ വലിയ കടയിലാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഓക്കെ, ഞാൻ വലിയ കടയിൽ ലബൂബിനൊക്കെ ഞാൻ തൂക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ലബൂബിനെ തൂക്കിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒന്നങ്ങോട്ട് സെറ്റായില്ല. ഈ ലബൂബു കുറച്ച് ഇടങ്ങേറ് പിടിച്ച സാധനമാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് കുറച്ച് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട് കേസ്. മിക്കവാറും ഞാൻ അതിനെ എടുത്ത് വലിച്ചെറിയുന്ന ആ ഒരു വക്കിലെത്തിയിട്ടുണ്ട്. ചില കാര്യങ്ങളൊന്നും അങ്ങോട്ട് സൂട്ടാവാത്ത പോലെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലബൂബിനെ മേടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ പോലെ തോന്നുന്നുണ്ടോ? അതോ ഇത് വെറും ഒരു ബൊമ്മയാണ്, ബട്ട് സ്റ്റിൽ അതിനെന്തൊക്കെയോ കഴിവുള്ളവരുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. എന്തായാലും സംഭവം അവിടെ ഇരിക്കട്ടെ, ഞാൻ മിക്കവാറും അതിനടുത്ത് പുറത്ത് കളയും. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് ഞങ്ങളൊരു 7 o'clock ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പോണ വഴിയിൽ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അപ്പോൾ ഞാൻ വരാം. അല്ലാതെ ഫുൾ ടൈം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ ഫൈനലി നമ്മൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം എന്താ പറയുക, യൂസഫലിയാക്കാൻ്റെ ലുലുവിലെത്തിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ലുലുവിൽ ഫസ്റ്റ് നമ്മൾ കയറി കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഞാൻ ഈ ഐസ്ക്രീമാണ് ഫസ്റ്റ് ഇപ്പോൾ കഴിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വല്ല കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കാണിച്ച തന്നല്ലോ ഒരു ബ്രെഡ്, അങ്ങനത്തെ ഒരു സംഭവമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഉള്ളിലേക്ക് കയറിയത്. പക്ഷേ അങ്ങനെ മാത്രമൊന്നും കഴിക്കാൻ തോന്നില്ല. പിന്നെ ഒന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്, പെട്ടെന്നുള്ള വിശപ്പ് കാരണം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു എന്താ പറയുക, ഒരു സാഫ്രോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. അവിടുത്തെ ഫുഡ് കുഴപ്പമില്ല, പക്ഷേ ഞാൻ വിചാരിച്ച ബിരിയാണി എനിക്ക് കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ട് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഡയക്കറ്റ്സിൽ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അടിച്ച് പൊളിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡയക്കറ്റ്സിൽ ഞാൻ ഓൾറെഡി ഇനാഗ്രേഷൻ്റെ അന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വ്ളോഗ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു കേട്ടോ. അതിൽ നമ്മുടെ കടൽ ക്ലൗഡിന്, അതുപോലെ നീനു ഷാച്ചിയും അങ്ങനത്തെ സിസ്റ്റേഴ്സ് അവരൊക്കെ വന്നിട്ട് അവരോടായിട്ടുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, പിന്നെ ഇവിടുത്തെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഷോപ്പ് തന്നെയാണ് ഇപ്പോൾ ഡയക്കറ്റ് സ്മാർട്ട് എന്ന് പറയുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഓൾറെഡി ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ്, വീണ്ടും ഒരുപാട് പേര് പറഞ്ഞതാണ്. വീണ്ടും ഞാൻ പറഞ്ഞിങ്ങനെ ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അവിടുത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ റേറ്റിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല, അഫോർഡബിളാണ് എല്ലാതും. പക്ഷെ നമ്മൾ ഇപ്പോൾ 1-2 ഐറ്റം മേടിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഫോർഡബിൾ ചെയ്യാം. ഓക്കെ, അതല്ലാതെ നമുക്ക് ഒരുപാട് ഐറ്റംസൊക്കെ മേടിച്ചതാകുമ്പോഴത്തേനും റേറ്റ് കൂടും. അത് എനിക്ക് പറ്റിയൊരു ചെറിയൊരു അബദ്ധമാണ്. ഐ മീൻ നമ്മളെടുത്ത് നോക്കുമ്പോൾ ഓക്കെ ആ ഒരു 59, ഓക്കെ 100 അല്ലെങ്കിൽ 200 ആ റേഞ്ചിലുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാവുക. പക്ഷേ എല്ലാം ഇങ്ങനെ കുറേ സാധനങ്ങൾ എടുത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും റേറ്റ് കൂടി വരുമല്ലോ. അങ്ങനെ ലാസ്റ്റ് ഒരു 1500 ഒക്കെ ആയിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഞാൻ ഒരൊറ്റ ഉദ്ദേശം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, വാഷി ടേപ്സ് മേടിക്കണം എന്നുള്ളത്. ഐ മീൻ ഫ്ലവേഴ്സിൻ്റെ ഒരു സെറ്റ് ഉണ്ടാവുമല്ലോ, അങ്ങനെ പല കളേഴ്സ് വരുന്നത്, ആ ഒരു സെറ്റ് മേടിക്കണം എന്നുണ്ട്. ഓൾറെഡി ഞാൻ എന്താ പറയുക ടു ഡു ലിസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ലിസ്റ്റ് ഉണ്ട്. അതിൽ ഓൾറെഡി ഫസ്റ്റത്തത് ഇതായിരുന്നു. അപ്പോൾ അതെന്തായാലും ഞാൻ എടുത്തു, എനിക്കിഷ്ടപ്പെട്ട സംഭവം. പിന്നെ എന്തെങ്കിലും ജേർണലിങ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്രാവശ്യം ഞാൻ പെണ്ണിൻ്റെ സെക്ഷൻ എടുക്കില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ പോയത്. അതേപോലെ തന്നെ ആയി, ഞാൻ എടുത്തില്ല ഗൈസ്. അങ്ങനെ വേണം കുട്ടികളെ അല്ലേ. ആ സെക്ഷന് ഞാൻ ജസ്റ്റ് കണ്ടു എന്നല്ലാതെ അതിലേക്ക് ഞാൻ വല്ലാതെ പോയി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ആ സെക്ഷൻ തന്നെ എന്താ പറയുക മെയിൻ ചെയ്തില്ല.
അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ബില്ല് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ചന്തം വിട്ടു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാമല്ലോ. ഇങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങളൊക്കെ നടക്കുക. പിന്നെ നമ്മുടെ അവരുടെ കവറൊക്കെ പിടിച്ചിട്ട് കുറച്ച് എന്താ പറയുക പ്രഹസനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തരുന്ന ആളാണ് ഈ ആൾ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. പിന്നെ പോരുന്ന വഴിയിലാണ് കേട്ടോ ഈ ഒരു കീ ചെയിൻ സെക്ഷൻ ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ ആ ഫസ്റ്റ് ടൈം കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ ഞാൻ അതത്ര വല്ലാതെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് സംഭവം നൈസായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡ്രസ്സ് നിങ്ങൾ മാറി, ഇത് അന്നത്തെ വീഡിയോ അല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് കീറിപ്പോയി ഗൈസ്. അപ്പോൾ ഞാനതൊന്നും മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് ഇട്ടതാണ് കേട്ടോ. അല്ലാതെ ഞാൻ ഇത് രണ്ടും വേറെ വേറെ ദിവസമൊന്നുമല്ല കേട്ടോ. ഓക്കെ, ഒരേ ഡേ ആണ്. ഡ്രസ്സിന് ചെറുതായിട്ടൊന്ന് ഇതായപ്പോൾ ഓക്കെ, ഒരു ഷോപ്പിലൊക്കെ പോകുന്നതല്ലേ, അപ്പോൾ ബോറാവണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് വേറൊരു കടയിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റപ്പ് ചെയ്തെടുത്താണ്. ഓക്കെ, അപ്പം ഇനി ആ ഡൗട്ട് ആർക്കെങ്കിലും വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ കേട്ടോ. ഞാൻ രാവിലെ കാണിച്ച ഡ്രസ്സല്ലല്ലോ ഇപ്പോൾ ഇട്ടിരിക്കുന്നതെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികം, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ പോയി. പിന്നെ മാക്സിൽ പോയി. അവിടെ എൻ്റെ ഒരു ബ്രദർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മാക്സിലല്ല, അതിൻ്റെ മേലെ ഒരു കമ്പനിയിലായിരുന്നു. അപ്പോൾ അവിടെ പോയി അവനൊക്കെ കണ്ട് ഒന്ന് സെറ്റപ്പ് ചെയ്തെടുത്ത് പിന്നെ ഞങ്ങൾ രാത്രി ബിരിയാണി കഴിച്ചിട്ടു. അവനെ എടുത്തുകൊണ്ടാണ് കേട്ടോ പിന്നെ വീട്ടിലേക്ക് പോകുന്നത്. ബിരിയാണി കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായി. നല്ല മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത്. എനിക്ക് ബിരിയാണിയിൽ മുട്ട കാണുമ്പോൾ ഭയങ്കര സന്തോഷം, എന്താണെന്നറിയില്ല, ആ ഒരു പ്രത്യേക ഒരു രസമാണ്. പിന്നെ എന്താ വെച്ചാൽ ഇന്ന് ഫുൾ ഡേ നമ്മൾ ഭയങ്കര കറക്കവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് നല്ല എന്താ പറയുക അത്യാവശ്യം ടാനും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വിചാരിച്ചു. ഞാനൊരു എന്താ പറയുക ബീട്രൂട്ടിൻ്റെ മാസ്ക് തേക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. ഈ മാസ്ക് അധികം ഒരുപാട് പേര് റിവ്യൂ പറയുന്നുണ്ട്. ബീട്രൂട്ടിൻ്റെ മാസ്ക് ആയതുകൊണ്ട് തന്നെ അഫ്കോഴ്സ് ഒരു ബ്ലഷ് പോലെ ഇട്ട ഒരു ഫീൽ കിട്ടും. ബീട്രൂട്ടാണല്ലോ, അപ്പോൾ ആ ഒരു പിങ്കിഷ് കളർ നമ്മുടെ മുഖത്ത് എന്തായാലും വരാതിരിക്കില്ലല്ലോ. അപ്പോൾ സംഭവം അടിപൊളിയാണ്, എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ മാസ്കൊക്കെ കിട്ടി ഒന്ന് സെറ്റപ്പ് ചെയ്തെടുത്തു. ഈ മാസ്ക് ഓൾറെഡി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, ഇയാൾക്ക് ഹസ്ബൻഡിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ടും ശരിയായിട്ടുണ്ടായിരുന്നില്ല. കുറേ സമയം അതുമ്മേ മെനക്കെട്ടിട്ടു ആ ഒരു ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം മുടി ഉള്ളതുകൊണ്ട് മുടി മുന്നിക്ക് വന്നാൽ പിന്നെ ആ ഒരു ഇത് സെറ്റായി കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ മാസ്കൊക്കെ ഇട്ട് സംഭവമൊക്കെ സെറ്റായി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ടാറ്റാ ബൈ, സി യു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റൊക്കെ ചെയ്യും. ടാറ്റാ ബൈ, സി യു.